തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ഭാര്യയുടെ സഹോദരിയുടെ വസതിയിലെത്തി. കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുടെ സഹോദരി സത്യഭാമയുടെ വസതിയിലാണ് സുരേഷ് ഗോപി എത്തിയത്. കെ കരുണാകരന് ആദരവ് നൽകാൻ മുൻകൈയെടുക്കുമെന്നും സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല, വോട്ടും സംസാരിച്ചിട്ടില്ല. ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുമില്ല. ഭക്ഷണത്തിന് വിളിച്ചു, വന്നു, കഴിച്ചു, പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊരു രാഷ്ട്രീയ മാനം ആരും കാണേണ്ടതില്ല. ഇനി കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, കണ്ടോളൂ. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. വിശദാംശങ്ങളുമായി സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്തായാലും ഈ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല, വോട്ട് ചോദിച്ചിട്ടില്ല, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായിട്ടില്ല. ഇനി അതിൽ രാഷ്ട്രീയം കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാകാം എന്നാണല്ലോ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വോട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും, രാഷ്ട്രീയമില്ലെങ്കിൽ പോലും ഈ സന്ദർശനത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന ചില കാര്യങ്ങളുണ്ടാകും. എന്തായിരിക്കാം തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടേഴ്സിനോട് ഈ സന്ദർശനത്തിലൂടെ സുരേഷ് ഗോപി പറയാൻ ശ്രമിക്കുന്നത്? ക്രിസ്ത്യന, എന്തായാലും ഈ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല എന്നത് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ബി.ജെ.പി. കേന്ദ്രങ്ങളും വിശദീകരിക്കുമ്പോഴും കൃത്യമായി കോൺഗ്രസ് വോട്ടുകളിൽ ഒരു വിള്ളൽ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പത്മജയുടെ ബി.ജെ.പി. പ്രവേശനവും തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യവും മുതലെടുപ്പിലേക്ക് കൊണ്ടുപോകുക എന്നൊരു ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ ഭാര്യ സഹോദരിയുടെ വീട് സന്ദർശിച്ചതിനൊപ്പം തന്നെ മുൻ എം.എൽ.എയും കോൺഗ്രസ് നേതാവുമായ തേറമ്പലിന്റെ വീടും ഇന്ന് സുരേഷ് ഗോപി സന്ദർശിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുരളീധരൻ പറയുന്നത്, കെ മുരളീധരനും പ്രതികരണവുമായി രംഗത്തെത്തി. ഇദ്ദേഹം പറയുന്നത്, ഇങ്ങനെ വീടുകൾ കയറിയിറങ്ങി നടന്നതുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കില്ല. തോൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ ഈ വീടുകളിൽ നിന്ന് 0 വോട്ട് മാത്രമായിരിക്കും സുരേഷ് ഗോപിക്ക് ലഭിക്കുക എന്നുള്ളതാണ് കെ മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാനങ്ങൾ ഈ സന്ദർശനത്തിലുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ ഉൾപ്പെടെ വസതികൾ സന്ദർശിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്റ്റിന, ശരി, തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി.